എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു പടം? പടം എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് പടം? അടിപൊളി പടം, അടിപൊളി പടം. സെറ്റ് തന്നെ. എന്റർടൈനർ, 100% എന്റർടൈനർ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി? എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ചിരിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഈ രാജേഷ് മാധവൻ ചിത്രം ഉണ്ടായിരുന്നു. പടം എങ്ങനെയുണ്ടായിരുന്നു? ഓരോ ഡയലോഗ്സാണ് അതിന് ഏറ്റവും ഭംഗിയായിട്ട്. അത് വളരെ പൊളിറ്റിക്കലി ഏറ്റവും റിലവൻ്റ് ആയിട്ട് കണ്ടന്റുകൾ പറയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പൊതുവേ രതീഷ് ബാലകൃഷ്ണൻ പൊതുവായിട്ടൊരു ഫാനാണ് അദ്ദേഹത്തിൻ്റെ മറ്റേ ഇതൊക്കെ ഉണ്ടല്ലോ, കനകം കാമിനി കനകം. അത് പിന്നെന്താണ് ഇവിടെ സ്റ്റേറ്റ്മെൻ്റ് ആണ് വാട്സ് എ സൊസൈറ്റി എന്നുള്ളത്. ആ സൊസൈറ്റീൻ്റെ മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഈ പടത്തിനെ കാണാം. ബെസ്റ്റാണ് പടം. അവരുടെ ഏറ്റവും വളരെ രസകരമായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ബേസിക് ലെവലിൽ നിന്നിട്ട് ആ ഒരു കണ്ടന്റിനെ എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. സിനിമേൻ്റെ മാജിക് ഉണ്ടല്ലോ, മാജിക് ഒക്കെയായിട്ട് കണ്ടിട്ട് റിയലിസ്റ്റിക് കോഡാണ്. എന്തുകൊണ്ടും എന്താ പറയട്ടെ, ആളുകൾ കാണണം. കണ്ടിട്ട് അതിന് നമ്മൾ എന്താ പറയുക, ഒരു ഘോരം 5-10 സാധനങ്ങൾ എഴുതി വിടുന്നതിനും അപ്പുറം ജസ്റ്റ് ഡയലോഗ്സ് വെറും ഡയലോഗ്സ് കൊണ്ട് സൊസൈറ്റിയിൽ എന്തൊക്കെ ഇമ്പാക്റ്റുകളുണ്ട്, എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്ന് കാണിക്കാൻ പറ്റും. ബെസ്റ്റ് മൂവിയാണ് ഈ അടുത്ത കാലത്ത്. എനിക്ക് പെരുമാനിക്ക് ശേഷം ഈ കഴിഞ്ഞ വീക്കിൽ വന്ന വൺ ഓഫ് ദ ബെസ്റ്റ് പോലീസ്. അതന്നെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ് മൂവി. നമ്മളിങ്ങനെ കുറേ VFX അത് ഇതൊന്നും അല്ല. മൂവി എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള മെസ്സേജസ് കൺവേ ചെയ്യാൻ പറ്റണം. ആ കൺവേ ചെയ്യാൻ പറ്റുന്ന ഈ മൂവീസ് ടോപ്പ് ക്ലാസ്. പിന്നെ എൻ്റർടൈനറാണ്. ഇപ്പം ഈ കാലഘട്ടത്തിൽ ഒരു 2-2.5 മണിക്കൂർ ഒരു പ്രേക്ഷകനെ മടുപ്പില്ലാതെ പിടിച്ചിരുത്താന്ന് പറഞ്ഞാൽ തന്നെ സക്സസ് ആണ്. ഒബ്വിയസ്ലി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫസ്റ്റ് ടു ലാസ്റ്റ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സാറ്റിസ്ഫൈഡോടെയാണ് പടം കണ്ടത്. ഗ്രേറ്റ് വർക്ക്. ഡയറക്ടർഷിപ്പ് ആയാലും അതിൻ്റെ ആക്ടിങ് ആയാലും എല്ലാം ഗ്രേറ്റ് വർക്ക്. താങ്ക് യു. കാണാൻ വന്നാണ് കാണാത്തോണ്ട് വന്നാണ്. ആൾക്കാരൊക്കെ ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു, ചിരിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ സന്തോഷം. ഹാപ്പിയാണോ? തീർച്ചയായും. രണ്ടാമത്തെ പ്രാവശ്യം ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അവരോട് കാണുമ്പോൾ അവർ ആ ഒരു റെസ്പോൺസിൽ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും ഏത് ജനറേഷനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് തമാശകളെല്ലാം ഉണ്ട്. ഒരുപാട് എത്ര അല്ലേ എന്റർടൈനറാണ്. എന്തായാലും കാണുന്നത്. പ്രേക്ഷകരെല്ലാവരും പോസിറ്റീവ് റിവ്യൂസ് ആണ്. എല്ലാവരും പോസിറ്റീവാണ് പറഞ്ഞത്. എല്ലാവർക്കും അത് എന്താ പറയണ്ടേ, കൺസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ എലമെന്റ്സ് ഉണ്ട്. ഒരുപാട് ചിരിച്ചു എന്ന് കുറേ പേര് പറഞ്ഞു. ഭയങ്കരമായിട്ട് ചിരിച്ച് എൻജോയ് ചെയ്ത് കണ്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഈ പടം കാണുന്നത്. ഒന്നാമത്തെ പ്രാവശ്യം കണ്ടതിനേക്കാളും കൂടുതൽ എന്റർടൈൻമെന്റ് ആയിരുന്നു ഞങ്ങൾ. பார்க்குறதுக்கு இன்னும் ஜாலியாக இருக்குது, ஹாப்பியாக இருக்குது பார்க்குறதுக்கு. ஸோ எல்லாரும் போய் കാണണം ഈ സിനിമ. സുരേഷിൻ്റെയും സുബ്രതയുടെയും പ്രിയഹാരിയ പ്രണയൊക്കെ ഭയങ്കര ഇമ്പാക്റ്റ് ഇടും. ചാക്കോച്ചൻ എന്തെങ്കിലും പറഞ്ഞിരുന്നു? ഇല്ല, ഞങ്ങൾ കണ്ടില്ല. ഷൂട്ടിന്റെ സമയത്തായിരിക്കും. അല്ല, പടം കണ്ടതിന് ഇല്ല സംസാരിച്ചിട്ടില്ല. ഓക്കെ. രാജേട്ടാ, ചാക്കോച്ചൻ വിളിച്ചിരുന്നോ പടം കണ്ടിട്ട്?
ചാക്കോച്ചൻ പടം കണ്ടിട്ട് വിളിച്ചില്ല. രാവിലെ പടം തുടങ്ങുന്നതിന് മുമ്പ് വിളിച്ചിരുന്നു. ഇപ്പോൾ ഇപ്പോഴാണെന്ന് തോന്നുന്നു കാണുന്നത്. കണ്ടിട്ട് വിളിക്കുമായിരിക്കും. ഓക്കെ, കണ്ടോ ചാക്കോച്ചൻ പടം കണ്ടോ? പിന്നെ ചാക്കോച്ചൻ രാവിലെ തിരക്കില്ലായിരുന്നു. ഷൂട്ടിൻ്റെ എന്തോ വർക്കിലായിരുന്നു. രാവിലെ കണ്ടിട്ടില്ല. കണ്ടിട്ട് വിളിക്കുമായിരിക്കും. ഈ പ്രേക്ഷകരുടെ ഇതൊക്കെ കണ്ടിട്ട് പുള്ളി ഹാപ്പിയാണോ? ഹാപ്പിയാണ്. ഇപ്പോൾ പിന്നെ രണ്ടാമത് ഒന്നുകൂടി ആൾക്കാരുടെ ഇടയിൽ കാണാൻ വേണ്ടി വന്നതാണ്. ആൾക്കാരൊക്കെ ഭയങ്കര ചിരിച്ച് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയാണ്. തിയേറ്ററിലെ റെസ്പോൺസ് കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയാണ്. ഇതുപോലെയുള്ള സിനിമകളിലൂടെ ഇതുപോലെ സിനിമകൾ ഇങ്ങനെ ഉണ്ടാവും സജീവമായിട്ടുണ്ട്. പിന്നണിയിലും ആയിട്ട്. ഓക്കെ, താങ്ക് യു. എനിക്ക് സന്തോഷമുണ്ട്. അതായത് കുറേ നാൾക്ക് ശേഷം എൻ്റെ നല്ലൊരു പെർഫോമൻസ് എനിക്ക് കാണാൻ പറ്റിയത്. അതുകൊണ്ട് ഒത്തിരി സന്തോഷം. ഇല്ല, ഓഡിഷൻ തൊട്ടേ അത് പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. വളരെ എളുപ്പമായിട്ട് ഞാൻ പറഞ്ഞു. താങ്ക് യു.